കല്ലുവാതക്കൽ നിന്നും വേളമാനൂരിലോട്ട് റോഡിലോട്ട് പോകുന്ന വഴിക്കുള്ള ചന്ദനം അഗ്രോ നേഴ്സറിയാണ് ഈ കാണുന്നത്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ വിവിധ തരമുള്ള പച്ചക്കറി കൃഷികളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്. എങ്ങനെയായി ബന്ദിയുടെയൊക്കെ? നമ്മൾ ഓണക്കാലത്തിലേക്കുള്ള പൂക്കളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും അണ്ടറിലുള്ള ഒരു മഴമറയാണ് എനിക്കുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ യെല്ലോ വെറൈറ്റിയും ഓറഞ്ച് വെറൈറ്റിയും ബന്ദിയുടെ പ്രൊഡക്ഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൈകൾ വിതരണം ഉദ്ഘാടനം നമ്മൾ നാളെയാണ് നടത്തുന്നത്. നടത്തിയതിന് ശേഷം ഇത് നമ്മൾ കർഷകർക്കായിട്ട് വിധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഓണത്തിലേക്കുള്ള പച്ചക്കറികളാണ് ഈ കിടക്കുന്നത്. പഞ്ചായത്തിൻ്റെ കൃഷിഭവൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്ത പച്ചക്കറി തൈകളാണ്. അതായത് വെള്ളരിയുണ്ട്, മത്തൻ, കുക്കുംബർ, മുളക്, ഉണ്ടമുളക്, പാവൽ, പടവലം, വെണ്ട, എല്ലാ വെറൈറ്റി പച്ചക്കറികളും നമ്മൾ ഓണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ പഞ്ചായത്തിൻ്റെ കൃഷിഭവൻ്റെ അണ്ടറിലാണ് എല്ലാം ചെയ്യുന്നത്. കൃഷി ഓഫീസറും പഞ്ചായത്തും ഫുൾ സപ്പോർട്ടാണ് അതിന് വേണ്ടിയിട്ടേ. ഇതെല്ലാം അങ്ങനെയാണ്, ഇതെല്ലാം ഉണ്ടമുളക് എല്ലാം അത് തന്നെയാണ്. എല്ലാം ഓർഡർ പ്രകാരം പഞ്ചായത്തിൻ്റെ കൃഷിഭവൻ്റെ ഓർഡർ പ്രകാരം ചെയ്യുന്നതാണല്ലോ. പിന്നെ ഹൈബ്രിഡ് WS46 ഹൈബ്രിഡ് റെഡ് പപ്പായ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹൈബ്രിഡ് മുരിങ്ങയും ചെയ്യുന്നുണ്ട്. മുരിങ്ങയുടെ തൈകളാണ് ഈ കിടക്കുന്നത്. ഇത് ഓറഞ്ച് വെറൈറ്റി ബന്ദിയാണ്. അത് നമ്മൾ കണ്ടത് യെല്ലോ വെറൈറ്റിയാണ്. രണ്ട് സൈഡ് കിടക്കുന്നത് ഓറഞ്ച് വെറൈറ്റി ബന്ദി. മക്കൊട്ടദേവ മെഡിസിനൽ പ്ലാന്റ്. ഇതും അത് തന്നെ. ഇത് കുമ്പളം, ഹൈബ്രിഡ് കുമ്പളം, വെള്ളരി. ഇതെല്ലാം എത്ര ഇവിടെ ഈ കൃഷി ഇതെല്ലാം എത്ര നാളുകൊണ്ട് തുടങ്ങി? ഇതിപ്പം നമ്മൾ ഒരു 5 വർഷം കൊണ്ട് നമുക്കുണ്ട്. 5 വർഷം കൃഷിഭവന്റെ സബ്സിഡിയോട് കൂടി ചെയ്ത മഴമറയാണ്. മഴമറയാണ് ചെയ്തത്. 1000 സ്ക്വയർ ഫീറ്റിന്റെ മഴമറയാണ്. അന്ന് മുതലേ നമുക്ക് ഇതിന്റെ ഉത്പാദനം, പച്ചക്കറിയുടെ തൈയുടെ ഉത്പാദനം ഇവിടെ നടക്കുന്നുണ്ട് നല്ലപോലെ. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.